ഹായ് ഹായ്, നമസ്കാരം. എല്ലാരും ചായ കുടിച്ചോ? കാപ്പി കുടിയെല്ലാം കഴിഞ്ഞാ? എല്ലാരും സുഖമായിട്ടിരിക്കുന്ന? എന്തൊക്കെയുണ്ട്? സുഖമല്ല എല്ലാവർക്കും? ശേഷം ഞങ്ങള് കാപ്പി കുടിക്കാൻ പോവാണ്. അപ്പൊ ചോദിച്ചു എന്തേ ഇത്ര വൈകിയെന്നല്ലേ? രാവിലെ ഇന്ന് ഞായറാഴ്ചയല്ലേ, ഞായറാഴ്ചയല്ലേ, തിരക്കില്ല, നല്ല കഴിക്കാന്ന് വിചാരിച്ചു. എണീക്കാനും കുറച്ച് വൈകിട്ട, എല്ലാ ദിവസവും രാവിലെ എണീക്കുന്നല്ലേ, അങ്ങനെ ഇന്ന് പയ്യെ എണീക്കാൻ വിചാരിച്ചു. കഴിക്കുന്നത് ചപ്പാത്തി മസാലക്കറി. കാണുന്നുണ്ടോ അറിയില്ല, അതൊരു ചുമന്ന് ചാരി വെച്ചിട്ടല്ലേ. ചായ ഓ കണ്ടുപിടിച്ചോ? ഒന്നിലെന്തേന്ന്, ഒരു പ്ലേറ്റിലെന്തേതാ? ഓ അതാ കണ്ടുപിടിച്ചോ അല്ലേ? പറയണ എന്തില്ലേ പറയാം. ഞങ്ങള് ഒന്നായെന്ന് മുതല് ഞങ്ങൾ ഈ ഒരു പ്ലേറ്റ് അല്ല, ഒറ്റ പ്ലേറ്റിൽ അത് ഭക്ഷണം കഴിക്കുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ, മരണം വരെ അങ്ങനെ തന്നെ. അതങ്ങനെ എല്ലൊന്നും മാറ്റൂല. മരണം വരെ അങ്ങനെ ആവണമെന്ന ആഗ്രഹം, ബാക്കിയെല്ലാം ദൈവം നിശ്ചയിക്കും. അതുപോലെ മരണം ഒരുമിച്ചാവണമെന്നാ ഞങ്ങളെ ആഗ്രഹം, ഒന്നിച്ച് പോണെന്നാ. വേറൊന്നും കണ്ടല്ലോ കേട്ടോ, എനിക്ക് ഇങ്ങനെ ഈ പ്ലേറ്റ് തിന്നില്ലെങ്കിൽ വയറ് നിറയില്ല. അതാണ് എന്റെ പരമാർത്ഥം. പറഞ്ഞില്ല. പിന്നെ കുറെ ആള് ഞങ്ങളെ സ്ഥലം ചോദിക്കുന്നത്. ഞങ്ങള് കാസർഗോഡ് ജില്ലയിലെ പെരിയ. കാസർഗോഡ് ജില്ല അറിയാലോ, അവിടെ പെരിയ. പിന്നെ ചോദിച്ചത് ലൈവില് വരാൻ നമുക്ക് അറിഞ്ഞുകൂടാ. കുറെ ആള് ചോദിച്ചു ലൈവില് വന്നൂടെ, ഒന്ന് വിശേഷം പറഞ്ഞൂടെ. ലൈവില് വരാൻ ഞങ്ങൾക്ക് അതിനെ കുറിച്ച് അറിയില്ല, ഇപ്പോഴും ഒന്നും അറിയില്ല. വീഡിയോ സബ്സ്ക്രൈബറിലൊക്കെ ഒരുപാടായിട്ടുണ്ട്. വീഡിയോ കുറെ നമുക്ക് അറിഞ്ഞൂടാ, ലക്ഷങ്ങൾ ആൾക്കാർ കണ്ടിട്ടുണ്ട് ഒരു വീഡിയോ. പക്ഷെ ഞങ്ങക്ക് അറിയില്ല, എന്താ ഇതിനെ കുറിച്ചിട്ടൊന്നും അറിയില്ല. അതൊന്ന് അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ, പറഞ്ഞു തരണേ. പിന്നെ ഞങ്ങളുടെ നമ്പർ ഒന്ന് പ്രൊഫൈലിലുണ്ട്, ഒന്ന് നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്താൽ വളരെ വളരെ സന്തോഷായിരിക്കും. പിന്നെ എന്താ പറയാ, നമുക്ക് കൊറേ കുഞ്ഞു മക്കളുണ്ട്, അച്ഛ അമ്മ മുത്തശ്ശി എന്നൊക്കെ വിളിച്ച് എന്താ പറയാ, അവര് കുറെ കുടുംബക്കാരെ കുറെ മക്കളെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഏട്ടന്മാരും അതുപോലെ അനിയന്മാരും ഇങ്ങനെ വിളിച്ച് ഹൃദയത്തോട് ചേർത്ത് വെക്കുമ്പോ നമ്മൾ കണ്ണ് നിറഞ്ഞു പോകുന്നു. ഇങ്ങനെ ഒരു കുടുംബം അല്ലെങ്കിൽ എന്താ ഇങ്ങനത്തെ ഒരു സ്നേഹം ഞങ്ങൾക്ക് കിട്ടുമ്പോ പരമാർത്ഥമായിട്ടും പറയാണ്, ചങ്ക് പൊട്ടിപ്പോണ്, ഹൃദയം നിറഞ്ഞ് കണ്ണീര് വന്നു പോന്ന്. എത്രയും ചേർത്ത് വെച്ച് നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുമ്പോ നമുക്ക് ഒരുപാട് എല്ലാവരുടെ വീഡിയോ കാണണം കേട്ടോ. ഞങ്ങളത് മാത്രല്ല, എല്ലാവരുടെ വീഡിയോ കാണണം. അതിനോടൊപ്പം ഞങ്ങളതും ജസ്റ്റ് ഒന്ന് കാണണേ, കണ്ട് സപ്പോർട്ട് ചെയ്യണം. എന്താ പറയാ, പിന്നെന്ത് സപ്പോർട്ട്, ഞങ്ങള് പണത്തിന് വേണ്ടിട്ടല്ല കേട്ടോ. പണം ഉണ്ടായാൽ നമുക്ക് അഹങ്കാരം വരും. എന്ന് വെച്ചാൽ പണക്കാരല്ല, അഹങ്കാരികളല്ല, പറയാൻ പറ്റില്ലല്ലോ. പൈസ ഇല്ലെങ്കിൽ ലോകത്ത് ജീവിക്കാൻ പറ്റൂലെന്ന് നമുക്കറിയാം. അതിന് നമ്മൾ കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ നമുക്ക് അതല്ല, ഒരു വീട് വേണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ അതിനാണ് ഈ ശ്രമം. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറഞ്ഞെന്ന് ഒന്ന് ചെയ്യണേ, ചെയ്തിട്ട് ഒന്ന് ഞങ്ങക്ക് സപ്പോർട്ട് ചെയ്യണേ. ഒരു വീട് കെട്ടിക്കൊട്ടത് കാറ്റ് മഴയില വരുമ്പോ ഇടിയൊന്നും സഹിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ഇടിയാ. പേടിച്ച് ഞങ്ങൾ രണ്ടാളും കട്ടിലിന്റെ അടിയിലെല്ലാം പോയിട്ട് കിടന്നിട്ടുണ്ട്. അങ്ങനെ ഭയങ്കര കൊണ്ടുപോയാല് ദൈവം ഞങ്ങളെ കൂടെ. നിങ്ങളെല്ലാം പ്രാർത്ഥന ഉണ്ടാന്ന് തോന്നുന്നു. എല്ലാ ഭാഗത്തും പലതും സംഭവിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു ഭാഗത്ത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതിന്റെ തൊട്ടടുത്ത് ഇടി വീണു. അപ്പൊ 3 പ്രാവശ്യം അടുത്ത് ഇടി വീണു. രക്ഷപ്പെട്ട് കഴിഞ്ഞാല് ഒരു 100-500 കിട്ടിയാല് ഒരാൾക്ക് സിമെന്റ് പണിക്കേണ്ട പൈസയില്ല. അങ്ങനെ കുറച്ച് ആയാല് നമുക്ക് പണിയാലോ. അല്ലാണ്ട് ഒരു സമ്പത്ത് ഉണ്ടാക്കാനല്ല, അതിനുള്ള ഒരു ആഗ്രഹം. അത് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, അത്രേ ഉള്ളു. പിന്നെ വീടിന്റെ അത് പിന്നെന്ത്, പിന്നെ വീഡിയോ എടുക്കുന്ന എല്ലാരും ചോദിച്ചിട്ടുണ്ട് ആരാ. പിന്നെ വീഡിയോ എല്ലാരും ചോദിച്ചിട്ടുണ്ട്, പിന്നെ ആരാ എടുക്കുന്നെന്ന്. അത് ഞങ്ങള് തന്നെ. പിന്നെ വേറെ നിങ്ങൾക്കറിയാലോ, ആരും ഇല്ലാന്ന്. ഞങ്ങൾ തന്നെ വീഡിയോ എടുക്കുന്നത്, ഞങ്ങൾ തന്നെ എഡിറ്റ് ചെയ്യാനൊന്നും ഞങ്ങൾക്കറിയില്ല. അതുകൊണ്ട് എഡിറ്റ് ഒന്നും ചെയ്യല്ല. അയ്യോ, ജസ്റ്റ് ഒന്ന് ഫോൺ എന്തോ ഓഫായി പോയി, അങ്ങനെ എണീച്ച് പോയതാ കേട്ടോ.
ശരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതാണ്. അപ്പോൾ ഞങ്ങള് കഴിക്കാം. നിങ്ങൾ കഴിച്ചെന്ന് വിശ്വസിക്കുന്നു. ഉച്ചക്ക് ഞങ്ങൾ വരാം. ഉച്ചക്ക് റീൽ എന്തായാലും ഇടും. നിങ്ങളെ കാണാണ്ടായിരുന്നു, ഞങ്ങൾക്ക് പറ്റൂലല്ലോ. അപ്പൊ ഞങ്ങളെ കാണാണ്ട് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയായില്ലേ ഇപ്പൊ. അങ്ങനെ തന്നെ വേണം, അനുഭവിക്കണം. ഓ കഴിക്കാം. എന്നാ കഴിക്കാം. കഴിക്കുന്നതിന് മുമ്പേ പാട്ടാ. കഴിക്കുന്നതിന് മുമ്പേ ഒരു പാട്ട് വേണമെന്ന് എല്ലാം ഞങ്ങൾ തന്നെ പറയാം. അപ്പൊ ഒരു പാട്ട് വേണം അല്ലേ? ഇതിന് കഴിക്കാം. ഓക്കെ. അപ്പൊ ഒരു പാട്ട്, നിങ്ങളെ വിലയേറിയ അഭിപ്രായം വരുമല്ലോ. അതന്നെ. പിന്നെ അപ്പൊ ഞങ്ങളൊരു പാട്ട് പാടാം. സംഗീതത്തിന് തൊണ്ടെല്ലാം നേരെയാക്കുന്നുണ്ട്. തൊണ്ട അതല്ല, നമുക്ക് ചുമയല്ലേ. പിന്നെ ഇത്ര ആൾക്കാർ കാണുന്ന വീഡിയോ അല്ലേ. നിങ്ങൾക്ക് ഇയാള് ഇതോ പാട്ട് പാടാൻ അറിയില്ല കേട്ടോ, എന്നാലും പാടാം. അതെ, എന്തായാലും പാട്ടൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല. പിന്നെ കുറച്ച് വിശേഷം കാര്യങ്ങളായിട്ട് ഞങ്ങളൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവക്ക് മനോരമ ചാനലിന് ഒരു അവാർഡെല്ലാം കിട്ടി. അതെല്ലാം ആയിട്ടുള്ള ഒരു വീഡിയോ വരാം. അപ്പൊ ഇവളൊരു പാട്ട് എഴുതിയത് പാടാം. ഇവള് നിമിഷ ഗായികയല്ലേ. ലൈവിൽ വന്നാൽ നിങ്ങൾക്ക് അതെല്ലാം കാണാട്ടോ. നിമിഷ നേരം കൊണ്ട് പാട്ട് എഴുതും. അപ്പൊ അത് പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് എന്നിട്ട് നിങ്ങൾക്ക് ഇവളെ കൊണ്ട് വെല്ലുവിളിപ്പിക്കാം. നിമിഷ നേരം കൊണ്ട് നിങ്ങൾ എന്തെങ്കിലും വിഷയം അറിഞ്ഞു കൊടുത്താൽ ആ സമയത്ത് സ്പോട്ടിൽ പാട്ട് എഴുതി കേൾപ്പിക്കും. അങ്ങനെയുള്ള ഒരാളാത്. അതെ, കൈവിടാട്ടോ. അത് പറഞ്ഞു തന്നോ വേഗം. അപ്പൊ ലൈവിൽ വന്നാല് നിങ്ങൾക്ക് നല്ല നല്ല പാട്ടുകൾ കേൾക്കാം ഇവള് എഴുതി. അപ്പൊ ഇപ്പൊ ഒരു പാട്ട് ഞങ്ങൾ പാടാം, പഴയൊരു പാട്ട്. പെരിയാറെ. അപ്പോ ഓക്കെ, 1 2 3 4. പെരിയാറെ പെരിയാറെ പർവ്വത നിരയുടെ പനിനീരെ കുളിരും കൊണ്ട് കുണുങ്ങി നടക്കും മലയാളി പെണ്ണാണു നീ. ഒരു മലയാളി പെണ്ണാണു നീ. പെരിയാറെ പെരിയാറെ പർവ്വത നിരയുടെ പനിനീരെ കുളിരും കൊണ്ട് കുണുങ്ങി നടക്കും മലയാളി പെണ്ണാണു നീ. ഒരു മലയാളി പെണ്ണാണു നീ. അതില്ലേ? അപ്പൊ നന്നായിട്ടുണ്ടാവില്ല, എന്നാലും ശരി. അപ്പൊ കാണാം. നെഞ്ചോട് ചേർത്ത് എല്ലാരോടും ഹൃദയത്തില് കേട്ടോ. ചായ കുടിക്കുന്നു. അപ്പൊ കഴിക്കട്ടെ. അപ്പൊ ഉച്ചക്ക് കാണാം. ശരി.